ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ആസിഫ് അലി ചിത്രമായിട്ടുള്ള രേഖാചിത്രം മൂവി അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇന്നലെ തന്നെ പടം കണ്ടിരുന്നു, ബട്ട് ഇന്നലെ രാത്രിയിലായിരുന്നത് കൊണ്ട് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ റിവ്യൂ ഇടുന്നുണ്ട്. സോ പടം എൻ്റെ മോനെ എജാതി പടവടെ ഒരു രക്ഷയില്ല, കിടുക്കൻ സാധനം. കാരണം എന്താ പറയുക, നമ്മൾ ഇതുവരെ ചിന്തിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള മേക്കിങ്, സ്ക്രീൻ പ്ലേ, റൈറ്റിംഗ് എല്ലാം കൊണ്ട് ഞെട്ടിച്ചൊരു പടമാണ് രേഖാചിത്രം. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ജോഫിൻ ടി ചാക്കോ. ഒരു രക്ഷയില്ല മച്ചാനെ, കിടക്കാൻ സാധനം. സ്ക്രീൻ പ്ലേ എഴുതിയേക്കുന്നത് ജോൺ മന്ത്രിക്കൽ എന്ന് പറയുന്ന ആളും രാമു സുനിൽ എന്ന് പറയുന്ന രണ്ടുപേർ ചേർന്നാണ് സ്ക്രീൻ പ്ലേ എഴുതിയേക്കുന്നത്. പടത്തിലേക്ക് വരുമ്പം പടത്തിലെ കാസ്റ്റ് വരുന്നത് ആസിഫ് അലി, പിന്നെ നമ്മുടെ അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ഉണ്ണിലാലും ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്, ഷഹീൻ സിദ്ദിഖ് ഉണ്ട്, നമ്മുടെ സെറിനുണ്ട്, സലീമയുണ്ട്, പിന്നെ ജഗദീഷ്, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, പിന്നെ സായികുമാർ, പിന്നെ നന്ദു, ടി ജി രവി, ശ്രീജിത് രവി, അങ്ങനെ ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സ് അടങ്ങുന്ന കിടുക്കനായിട്ടുള്ളൊരു പടമാണ്. ഇതിനകത്ത് ക്യാമിയോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അതാരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ വരുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പടത്തിൻ്റെ മേക്കിംഗ് മോനെ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞു കാണും. കാതോട് കാതോരെന്ന് പറയുന്ന ആ മൂവിയായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് രേഖാചിത്രം വരുന്നത്. ആ ഒരു പടവും ഈ ഒരു സ്റ്റോറിയും എങ്ങനെ കണക്ഷൻ ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കും ഇനി ശരിക്കും അത് അവിടെ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ സംഭവം ഇങ്ങനെയൊക്കെയാണോ. ഭയങ്കരമായിട്ടാണ് അതിനെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊക്കെ രീതിയിൽ പോയേക്കുന്നത്. പിന്നെ വേറൊരു പടത്തിൻ്റെയും കൂടെ ചെറിയൊരു കണക്ഷൻ വരുന്നുണ്ട്, ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ആ പടം ഉണ്ടായേക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിക്കുന്ന രീതിക്ക് ഭയങ്കരമായിട്ട് കൺവിൻസിങ് എന്നുള്ള രീതിക്കാണ് അവർ ആ പടം മേക്ക് ചെയ്തേക്കുന്നത്. ആസിഫ് അലിയുടെ 2025 തുടക്കം നല്ല കിടുക്കനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ പുള്ളിയുടെ ഇപ്പോഴത്തെ പടത്തിൻ്റെ സെലക്ഷൻസ് ഒക്കെ ഒരു രക്ഷയില്ല, ഇങ്ങനെ തന്നെ പോട്ടെ, കിടുക്കനാണ്. എന്താ പറയുക, കിടുക്കൻ സാധനമാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. നൈസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറായിട്ട് പോകുന്ന കിടുക്കൻ പടമാണ്. പിന്നെ ഇതിനകത്ത് ഭയങ്കര ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊന്നുമില്ല, ബട്ട് എന്നാൽ പോലും ഭയങ്കര ക്യൂരിയോസിറ്റി, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന രീതി നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഇനി എന്താണ്, ഇനി ഇതെങ്ങനെ പോകും, എവിടെ ചെന്ന് അവസാനിക്കും എന്ന്, ഇനി ഇതും തമ്മിലൊക്കെ എങ്ങനെ കണക്ഷൻ ഉണ്ടാകും എന്നൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയുടെ പുറത്തൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ ഉള്ള കിടുക്കനായിട്ടുള്ള മേക്കിംഗ് കാര്യങ്ങളുമാണ്. സോ സിനിമോട്ടോഗ്രാഫി ചെയ്തേക്കുന്നത് അപ്പു പ്രഭാകർ എന്ന് പറയുന്ന ആളാണ്. പിന്നെ മ്യൂസിക് മുജീബ് മജീദ് കിടുക്കനായിട്ട്, അതായത് ആ പടത്തിന് എന്താണോ ആവശ്യം, എന്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണോ അതൊക്കെ കിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോട്ട്സ് ഓഫ് ടെക്നീഷ്യന്മാരെ പറയേണ്ടതായിട്ട് ഒരുപാട് പേരുണ്ട്, ഒരുപാട് എൻ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ കിടുക്കനായിട്ട് ചെയ്തേക്കുന്നത്. എക്സ്പെഷ്യലി ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, പഴയ കാലത്തെ ആ ഒരു കാലഘട്ടവും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ലാത്തതുപോലെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെ കൊണ്ടുപോയി ഇവിടെ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്ന രീതിക്ക് നമ്മളെ കൊണ്ടുപോയി കിടുക്കനായിട്ട് എൻജോയ് ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പടവും അതിൻ്റെ ടെക്നീഷ്യന്മാരും ഒക്കെ ഒന്ന് ആലോചിച്ച് അവരെന്തോരം ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന്. സോ വൺസ് അഗൈൻ ഞാൻ പറയുകയാണ്, കിടുക്കൻ പടമാണ് രേഖാചിത്രം. സോ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒന്നും പറയാനില്ലടേ, ഒരുപാട് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്പോയിലേഴ്സ് അല്ലെങ്കിൽ പോട്ടെ, നിങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ വെറുതെ കളയുന്ന പോലെ ആയിപ്പോൾ. സോ ആ എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ നിൽക്കട്ടെ, നിങ്ങൾ എന്തായാലും നല്ല കിടുക്കനായിട്ട് പോയി കാണുക. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.